ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ താനെടുത്ത തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പിടിവാശിക്കാരിയായ വൈജയന്തിയുടെ മുൻപിൽ നയപരമാകുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ വന്ന ഗംഗാധരനും ശിവനും മനുവും വലിയൊരു അങ്കലാപ്പോടുകൂടി നിൽക്കുന്ന ചില ദയനീയ കാഴ്ചയായിരിക്കും മഴ തോരും മുമ്പ് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ വരും ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ പ്രേക്ഷകരായ നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്, ആകാംക്ഷയുടെ മുൾമുരയിൽ നിന്നുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്ന മറ്റൊന്നുമല്ല, വൈജ ആ സത്യം തിരിച്ചറിയുമോ? ആരായിരിക്കും വൈജയോട് അലീന തൻ്റെ സ്വന്തം മോളാണ് എന്ന് പറയുന്നത്? ഇത് അറിഞ്ഞു കഴിയുമ്പോൾ വൈജയുടെ മനോഭാവം എന്തായിരിക്കും? മാത്രമല്ല, വൈജ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെയായിരിക്കും പ്രേക്ഷകരായി നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്, അല്ലേ? എന്നാൽ വരും ദിവസത്തെ എപ്പിസോഡിൽ അത് മറ്റാരുമല്ല, വൈജയന്തിയോട് ആ സത്യം തുറന്നു പറയുന്ന ബാലചന്ദ്രൻ തന്നെയായിരിക്കും. കാരണം ഒരു പക്ഷേങ്കിൽ ഗംഗാധരനോ ശിവനോ മനുവിനോ ആ സത്യം തുറന്നു പറയാമായിരുന്നു. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ വൈജയന്തി ജീവിച്ചിരിക്കുമോ അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ മുന്നിൽ താൻ നാണം കെട്ട് എല്ലാം തകർന്നവളായി പോകുമോ എന്നൊരു ഭയത്തോടു കൂടി സഹോദരങ്ങളായ ശിവനും ഗംഗാധരനുമൊക്കെ അത് മറച്ചു വെക്കുകയാണ്. അങ്ങനെ മറച്ചു വെച്ച് എങ്ങനെയെങ്കിലും അലീനയുമായി വൈജയന്തി ഒരു ധാരണയിൽ പോകട്ടെ ഒരു തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലമാകുന്നില്ല. ഇതിനിടയിൽ നടക്കുന്ന മറ്റൊരു സംഭവം, ബാലചന്ദ്രൻ തൻ്റെ ഭാര്യയുടെ മുൻകാമുകനെ അലീനയുടെ അച്ഛനെ കാണുവാൻ വേണ്ടി കുളത്തുപുഴയിലെത്തുകയാണ്. അങ്ങനെ കുളത്തുപുഴയിലെത്തി സ്റ്റാലിൻ ജോസഫ് എന്ന ആ പഴയ പട്ടാളക്കാരനുമായി കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ പഴയ പട്ടാളക്കാരൻ ഒരു കർക്കശക്കാരനായതുകൊണ്ട് തന്നെ തിരിച്ച ചോദ്യങ്ങളൊന്നും ബാലചന്ദ്രനോട് ചോദിക്കുന്നില്ല. എന്തിനാണ് നിങ്ങൾ വന്നത് എന്നൊരു ചോദ്യം മാത്രം. നമ്മൾ മുൻകാല പരിചയമൊന്നുമില്ലല്ലോ, പിന്നെ എന്താണ് നിങ്ങളുടെ ആവശ്യം? അപ്പോൾ ബാലചന്ദ്രൻ്റെ കയ്യിൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ പണ്ട് പട്ടാളത്തിലായിരുന്നപ്പോൾ നിങ്ങൾക്കൊരു സ്ത്രീയുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. ഇത് കേട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോകുന്ന ആ പഴയ പട്ടാളക്കാരനെയാണ് നമ്മൾ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് രൂപവും ഭാവവും മാറിയ ആ പട്ടാളക്കാരൻ ബാലചന്ദ്രനെ രൂക്ഷമായി നോക്കുന്നു. അതിന് ഉത്തരം കൊടുക്കുവാൻ തനിക്ക് തയ്യാറല്ലായിരുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇത് ചോദിക്കുന്നത്? നമ്മൾ യാതൊരു ബന്ധവും പരിചയവുമില്ലല്ലോ, പിന്നെ എന്താണ് നിങ്ങൾക്ക് എന്തായിരുന്നു ജോലി എന്നൊക്കെ ചോദിക്കുന്നു. അതിന് ബാലചന്ദ്രൻ്റെ ഒറ്റ ചോദ്യം മാത്രമേ വീണ്ടും ആവർത്തിക്കുവാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നോ? അവർ ഇപ്പോൾ എവിടെയാണ്? നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പിരിഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഉത്തരം പറയുവാനില്ലാതെ നിൽക്കുന്ന ആ പട്ടാളക്കാരനോട് ബാലചന്ദ്രൻ തന്നെ പറയുന്നു, എന്നാൽ അതിനുത്തരം എൻ്റെ കയ്യിലുണ്ട്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ബാലചന്ദ്രന് നേരെ തിരിയുന്ന ആ പട്ടാളക്കാരനോട് പറയണം, നിങ്ങൾ ഭയപ്പെടുത്തുവാനോ അല്ലെങ്കിൽ എന്നെ ആട്ടിയിറക്കുവാനോ ശ്രമിക്കേണ്ട. ഇതൊന്നും സത്യമാണ്. എനിക്ക് നിങ്ങളുടെ മുൻകാല ചരിത്രവും മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള ബന്ധം, നിങ്ങളുടെ ആ മുൻകാമുകയും എനിക്കറിയാം. ആ ഉത്തരം കേട്ടത് വീണ്ടും ഒരു ആകാംക്ഷയോടുകൂടി നോക്കുന്ന ആ പട്ടാളക്കാരനെയാണ് വരും ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒടുവിൽ ബാലചന്ദ്രൻ അടിമയായി പോകുന്ന ഒരു പഴയ പട്ടാളക്കാരനെയൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.